കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. അതിൽ മനസ്സിലേക്ക് കയറി വരുന്നതായ ചീത്ത വികാര വിചാരങ്ങളെ തടഞ്ഞു നിർത്താൻ കൃഷ്ണ കഥകൾക്കാണ് സാധിക്കുക എന്ന് കാണിച്ചു തരുന്നതായ 10ാമത്തെ സ്കന്ധം ചിത്തവൃത്തി നിരോധ. ചിത്തത്തിലേക്ക് കയറി വരുന്നതായ എല്ലാവിധ ചിത്തവികാര വിചാരങ്ങളും എപ്പോഴാണ് ഇല്ലാതായിട്ട് തീരുക? ഭഗവാന്റെ കഥയുടെ മുന്നിലങ്ങനെ ഇരുന്നാൽ മതി. ഭഗവാന്റെ കഥ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലതും മറക്കണം. ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്തതായ ഭഗവാന്റെ ബാലലീലകള ബാലചരിതാനിച്ച ശന്തമാനി. ഭഗവാന്റെ ബാലലീലകളെ കേൾക്കുന്നതോടുകൂടി നമുക്ക് ശാന്തി ഉണ്ടാവുന്നു, സമാധാനം ഉണ്ടാവുന്നു. എല്ലതും മറക്കണു. നമ്മളെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടായാൽ തന്നെ നമ്മളെല്ലതും മറക്കും. ആ ഭഗവാനാണ് പുത്രനായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിലോ എല്ലതും നമ്മളതാ മറക്കുന്ന. ആ കുട്ടികളുടെ കളി ഇങ്ങനെ കണ്ട് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലതും നമ്മളതാ മറക്കുന്നു. എന്നാൽ ഏകാദശ സ്കന്ധം ആകുമ്പോഴേക്കും അതിൽ മുക്തിയെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയും. അന്യഥാരൂപം, നമ്മുടെ ശരിക്കുള്ളതായ സ്വരൂപം അതെന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഭാഗമാണ് മുക്തി എന്നുള്ളത്. തൻ്റെ സ്വരൂപം എന്താണ്? സ്വരൂപേണ വ്യവസ്ഥിതി, സ്വരൂപത്തിൻ്റെ സ്ഥിതിയെ, ഞാൻ ആരാണ് എന്നുള്ളതിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കണം. തീക്കനലിൻ്റെ മുകളിലെ ചാരം കാണുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ചാര, അത് ചാരം എന്നല്ല, എങ്ങോട്ട് പറയാം അല്ലേ? വെണ്ണീര് എന്താ പറയാ ചാരം അല്ലേ? അപ്പൊ തീക്കടലിന്റെ മുകളിൽ അങ്ങനെ കുറെ ചാരം നിൽക്കുന്നുണ്ട് വെച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഇത് ചാരാണ് വിചാരിക്കും. ചില സ്ത്രീകളൊക്കെ കാണാറുണ്ടല്ലോ അടുപ്പിലുള്ള അതൊക്കെ വാരാൻ പുറപ്പെടുമ്പോൾ ചാരം തന്നെയുള്ളൂ കേട്ടോ. അപ്പുറത്ത് പോയി എന്താ സാധനം എടുത്തുകൊണ്ടോന്ന് ഇത് വാരണമെന്ന് വെച്ചാൽ നടക്കാൻ വയ്യ. ഓ ഭഗവാൻ തടിയോണ്ട് വയ്യ, നടക്കാൻ തന്നെ വയ്യ അല്ലേ? മടിയോണ്ട് ചില ആൾക്കാർ ഇങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങോട്ട് വാരാൻ പുറപ്പെടും. കൈകൊണ്ട് വാരുമ്പോൾ കാര്യം മനസ്സിലാവുകയും ചെയ്യും. ചാരയുള്ളൂ എന്ന് വിചാരിച്ച് അല്ലേ? അപ്പം തീയിലേക്ക് പോയിട്ട് ഇതാ തുടങ്ങും. സത്യത്തിലോ തീയാണ് അവിടെ അതാ ഉള്ളത്. അതിനെ നമ്മൾ മനസ്സിലാക്കണില്ല. ഇതേപോലെ ഓരോ കഥകളുടെ പിന്നാലെ നമ്മളങ്ങനെ പോണ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള സത്യം, ആ തത്വം എന്താണ് എന്നുള്ളത് അത് ബോധ്യാവണിച്ചാൽ എന്ത് വേണം? തത്വം പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ആ തത്വത്തിനെയാണ് ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ വേണം ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതിനെ ഉപദേശ രൂപത്തിൽ ഭാഗവതത്തിലൂടെ വർണ്ണിക്കണം. അനവധി ഉപദേശങ്ങൾ. ഉദ്ധവഗീത എന്നാണ് ഈ ഭാഗവതത്തിനെ വർണ്ണിക്കുക. ഉദ്ധവഗീത, ഗീത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഗീത അറിയില്ലേ? അടുത്ത വീട്ടിലെ ഗീതയല്ല, അതെല്ലാവർക്കും അറിയാം. ഗീത പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവത്ഗീത. ഗീത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടാൾക്കാർ സംസാരിക്കുന്നതിനാണ് എന്ത് പറയാ? ഗീത എന്ന് പറയാം അല്ലെ? ഉദ്ധവഗീത എന്ന് പറഞ്ഞാൽ ഉദ്ധവനും ഭഗവാനും കൂടി സംസാരിച്ചതിനാണ് ഉദ്ധവഗീത പറയാ. ഭഗവത്ഗീത സാക്ഷാൽ ഭഗവാനും അർജുനനും കൂടി സംസാരിച്ചതിനാണ് എന്ത് പറയാ? ഭഗവത്ഗീത എന്ന് പറയാം. കുറേ ഗീതകളുണ്ട്, അനവധി ഗീതകളുണ്ട്. ഇങ്ങനെ പരസ്പരം ഭഗവാനെ പറ്റിയിട്ട് സംസാരിക്കുക, വേണ്ടതിനെ പറ്റിയിട്ട് സംസാരിക്കുക, സംവാദം, അതിനാണ് ഗീത പറയുക. സംവാദം എന്ന് പറഞ്ഞാൽ വേണ്ടതിനെ സംസാരിക്കണം. സംവാദമാണ് ഉണ്ടാവേണ്ടത്, ഒരിക്കലും വിവാദം ഉണ്ടാവാൻ പാടില്ല അല്ലേ? വിവാദം അതൊന്ന് മാറി നിൽക്കുക വേണ്ടത്. എന്നാൽ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കും. ആരെങ്കിലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിലൊരു വിവാദം, എങ്ങനെ അത് വിവാദമാക്കാൻ പറ്റും? അതല്ല വേണ്ടത്. നല്ലതിനെ അറിയാനായിട്ട് സാധിക്കണം. നല്ലതറിയണമെന്ന് വെച്ചാൽ ഭാഗവത്തിന് മുന്നിൽ വന്നിരിക്കണം. ഈശ്വരന്റെ മുന്നിൽ, ഭഗവാന്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്തെ നല്ലത് എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള
ആ ഉദ്ധവ ഗീതയാണ് ഏകാദശ സ്കന്ധത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. ഉദ്ധവനെ ഭഗവാൻ മുൻനിർത്തിക്കൊണ്ട് ഈ ലോകത്തിന് നൽകുന്നതായ പലതരത്തിലുള്ള ഉപദേശങ്ങൾ. ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തി എന്നുള്ളതാണ്. മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക. മോക്ഷം എന്ന് പറഞ്ഞാലോ നമ്മൾ സാധാരണയ്ക്ക് പറയാറുണ്ടല്ലോ, ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, സ്വാമിയെ കണ്ടാൽ ഇതിങ്ങനെ ചെല്ലി എന്താ ഈ മോക്ഷം? എന്തിനാ മോക്ഷം എന്ന് പറയാ അല്ലേ? ആർക്കറിയാം. എല്ലാവരും ചെല്ലണോ, ഞാനും ചെല്ലുന്നു. മുന്നിലുള്ള ആൾക്കാർ എന്താണോ ചെല്ലിയത് അത് പിന്നിലുള്ള ആൾക്കാർ ചെല്ലുന്നു. മുന്നേ ഗമിച്ചിടുന്നൊരു ഗോതന്റെ പിന്നെ ഗമിച്ചിടുന്നൊരു ഗോവ് പോലെ പറയും അല്ലേ? മുന്നേ പോകുന്നതായിരിക്കുന്ന പശുക്കുട്ടികളെ പോലെ. അപ്പൊ മുന്നിലുള്ള ആൾക്കാർ എന്താണോ പറഞ്ഞത് അതിങ്ങനെ കേട്ട് അതേപോലെ ചെല്ലിയിട്ട് കാര്യമില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഹത്തിന്റെ നാശത്തിനാണ് മോക്ഷം എന്ന് പറയുക. മോഹം എന്ന് പറഞ്ഞാലോ തെറ്റിദ്ധാരണ, ഒന്നിനെ കണ്ട് മറ്റൊന്നാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കുക. ഈ തെറ്റിദ്ധാരണകൾ ഇല്ലാതായിട്ട് തീരണം. അതിനാണ് മോഹം എന്നതാവുക. മോഹത്തിന്റെ നാശമാണ് മോക്ഷം. അപ്പോ ശരീരമല്ല ഞാൻ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്. സ്വരൂപേണ വ്യവസ്ഥിതി. സ്വരൂപം, എൻ്റെ രൂപം എന്താണ്? ഈ പുറമെ കാണുന്നതാണോ എൻ്റെ രൂപം? ഈ കണ്ണാണോ ഞാൻ? ഈ മൂക്കാണോ ഞാൻ? ഈ നാവാണോ ഞാൻ? ഈ ശരീരമാണോ ഞാൻ? ആണോ? എന്തുകൊണ്ടല്ല പറയുന്നത്? ഞാൻ ആണോ എന്ന് ചോദിച്ചിട്ടല്ല പറഞ്ഞത്. ഈ ശരീരമാണോ ഞാൻ? ശരീരമാണ് വെച്ചാൽ എല്ലാ ദിവസവും ശരീരം ഒരേപോലെ വേണ്ടേ? എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിനല്ലേ? ഇന്നലെ ഇരുന്ന ആൾക്കാരാണോ ഒന്നും ഇവിടെ ഇരിക്കുന്നത്? അരമണിക്കൂർ മുന്നേ ഇരുന്ന നമ്മളാണോ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ? എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ട്. അനവധി അവയവങ്ങൾ പുതിയതായിട്ട് ഇതാ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ? എന്തൊക്കെ ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കയറി വന്നു, എന്തൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതായി മാറി. മുട്ടുകുത്തുന്ന നമ്മളുടെ ഫോട്ടോ ഇങ്ങനെ കണ്ട് 95 വയസ്സായ മുത്തശ്ശിക്കാവും അത്ഭുതം, എൻ്റെ ഭഗവാനെ ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു നമ്മളൊക്കെ മുട്ടുകുത്തുന്ന ഒരു രൂപം ഒന്ന് ആലോചിച്ച് വെക്കൂലേ. വൃന്ദാവനത്തിൽ പോയ ആൾക്കാർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക അമ്പലമാണ്. സാക്ഷാൽ ഭഗവാൻ കളിച്ച് നടന്ന ഗോകുലം അല്ലേ? ആ ഗോകുലത്തിലേക്ക് നമ്മളങ്ങോട്ട് കയറി പോകുമ്പോൾ നമുക്ക് 95 വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ വേണം അങ്ങോട്ട് പോവുക? ഭഗവാൻ മുട്ടുകുത്തി നടക്കുന്നത് പോലെ നമ്മൾ മുട്ടുകുത്തിയിട്ടാണ് ഗോകുലത്തിലേക്ക് അതാ കയറി പോവുക അല്ലേ? അപ്പം നമ്മൾ മുട്ടുകുത്തണം. 90 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും മുട്ടുകുത്താൻ പഠിച്ചോണ്ട് എല്ലാവരും അല്ലേ? അപ്പം പിന്നെ മുട്ടുകുത്താൻ പഠിക്കും. അപ്പോൾ ഇവിടെ മുട്ടുകുത്തുന്ന ആ രൂപം കണ്ട് ഇപ്പൊ നോക്കുന്ന സമയത്തോ അതേ രൂപമാണോ? അതല്ല, എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ശരീരത്തിന് ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. ആ സമയത്തും വ്യത്യാസമില്ലാതെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആ ജീവനാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിനെ പറഞ്ഞു തരലാണ് ഏകാദശ സ്കന്ധം. അല്ല, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തില് ഭഗവാന്റെ ആ കഥയുടെ മഹാത്മ്യത്തിനെ പറ്റിയിട്ട് ഇതാ വർണ്ണിച്ചു. മർത്യസ്തയാനുസവമേധിതയാ മുകുന്ദ ശ്രീമൽ കഥ ശ്രവണകീർത്തന ചിന്തയേതി തദ്ധാമതുസ്തരഗദാന്തജവാപവർഗം ഗ്രാമാദ്വനം. മർത്യസ്തയാനുസവമേധിതയാ മുകുന്ദ ശ്രീമൽ കഥാശ്രവണ കീർത്തന ചിന്തയേതി. മർത്യനാണോ നമ്മളേക്ക് എന്ത് പേരിൽ അറിയപ്പെടുക? മർത്യൻ. എന്തുകൊണ്ടാണ് മർത്യൻ എന്നുള്ള പേര് കിട്ടിയത് നമുക്ക്? എന്തുകൊണ്ടാണ്? മരണമുണ്ട്, അത് തന്നെ. എന്തിനാ തിരുമേനി അടക്കി ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് പ്രോത്സാഹിക്കായിട്ട് ഇരുന്നോട്ടെ. അവിടെ മരണമുണ്ട്, വെറുതെ വിചാരിക്കുക മരണമില്ല എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. എനിക്ക് മരണമുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലേ? ആരും വിചാരിക്കുന്നു. എന്നും ഇങ്ങനെ ആവുന്ന ഓരോ ആൾക്കാരുടെ ധാരണ അല്ലേ? എന്നും ഇങ്ങനെ ഇരിക്കുമോ ഇവിടെ? വെറുതെ വിചാരിക്കുക, ഇരിക്കില്ല. കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ മരം വെട്ടുന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം. എല്ലാവരും വിളിക്കേണ്ടതാ അല്ലേ? എല്ലാവർക്കും ഉള്ളതാണത്. എല്ലാ ആൾക്കാർക്കും ഉള്ളതാ അല്ലേ? സകല ആൾക്കാർക്കുള്ളത്. ആ മരണസർപ്പം നമ്മളെങ്ങനെ വിഴുങ്ങി മരണസർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക ഓരോ ദിവസവും. നമ്മൾ എപ്പോഴാണ് ഈ സർപ്പം വായി അടയ്ക്കുക എന്നുള്ളത് അറിയില്ല അല്ലേ? ചിലപ്പോൾ 4 വയസ്സിൽ തന്നെ അടയ്ക്കും, ചിലപ്പോൾ 10 വയസ്സിൽ അടയ്ക്കില്ലേ, ചിലപ്പോൾ 25 വയസ്സായ അടയ്ക്കും, ചിലപ്പോൾ 90 വയസ്സായാലും അടച്ചില്ല. 91ാമത്തെ വയസ്സിൽ അടച്ചോളാട്ടോ പറയില്ല അല്ലേ? എന്തായാലും അടയ്ക്കുന്നുള്ള കാര്യം ഉറപ്പായി. മരണസർപ്പം നമ്മളെ വിഴുങ്ങിയിട്ടത് എത്ര കാലമായില്ലേ? ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ സർപ്പത്തിൻ്റെ എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് പോയി ഉണ്ടാവും. നമ്മളെ കഴുത്തിൻ്റെ അടുത്ത് വരെ
മരണസർപ്പം ഇങ്ങനെ എത്തിച്ചേർക്കുന്നുണ്ട്. അത് എപ്പോഴാണ് അറിയണ്ടേ? കരഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും അടക്കിപ്പ. അപ്പൊ ഈ മരണത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോണ ആളുകളായതുകൊണ്ടാണ് നമുക്ക് എന്ത് പേര് കിട്ടിയത്? മർത്യൻ എന്നുള്ള പേരിതാ കിട്ടിയത്. മൃത്തുവിൽ നിന്ന് ഉണ്ടായത്. മൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മണ്ണെന്നുണ്ടായ ആൾക്കാര്. അതുകൊണ്ട് നമുക്ക് എന്ത് പേര്? മനുഷ്യൻ. മർത്യൻ എന്നുള്ള പേര്. ഇത് നമ്മൾ എങ്ങോട്ടാ പോണത്? ഐക്യന്യാ പോണത്, സംശയമില്ല അല്ലെ? മണ്ണിലേക്കാണ് എല്ലാവരും ഇതാ പോണത്. അപ്പൊ മർത്യനാണോ? മർത്യസ്തയാനുസവമേധിതയാം. മർത്യനാണെന്ന് വെച്ചാൽ ഒരു ആസവം കഴിക്കണം അത്രേ. ഏതാസവ? വൈകുന്നേരം 5:30-6 മണി സാധാരണ ആൾക്കാർ കഴിക്കുന്ന ആസവമല്ല. അതിനെല്ലാവർക്കും അറിയാം. ആ ആസവമല്ല അല്ലേ? ഏതാസവ കഴിക്കേണ്ടത്? ശ്രീമൽ കഥാശ്രവണ കീർത്തന ചിന്തയേതി. സാക്ഷാൽ ഭഗവാന്റെ ആ കഥകളാകുന്ന ആസവത്തിനെ കാതുകൊണ്ട് നന്നായിട്ട് കഴിച്ച് തദ്ധാമ. ഏതൊരു ധാമത്തിൽ നിന്നാണോ ഈ ജീവാത്മാവ് ഈ ഭൂമിയിലേതാ എത്തിച്ചേർന്നത്? തദ്ധാമ. ആ പരമാത്മാവിലേക്ക് ഇതാ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതാണ് ഭഗവാന്റെ ആ കഥകളെ പറ്റിയിട്ട് ഇങ്ങനെ ഭാഗവതത്തിൽ ഇതാ വർണ്ണിച്ചത്. ഇതൊക്കെ കഥകളാ, കൃഷ്ണ കഥകളാ അല്ലേ? പിന്നീട് ഏകാദശസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാന്റെ ആ കുലത്തിന് എന്താ പേര്? യാദവ കുലം. യദു എന്ന പേരായിട്ടുള്ള മഹാരാജാവ് അതികേമനായിട്ടുള്ളയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ കുലം അറിയപ്പെടുക. അതിനാണ് യദുകുലം എന്ന് പറയും. ആ യദുകുലത്തിന്, യാദവ കുലത്തിന് കിട്ടിയതായ ഒരു ശാപത്തിന്റെ കഥയാണിതാ വർണ്ണിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കുട്ടികള്, അതിൽ ജാമ്പവതിയുടെ പുത്രനാണ് സാമ്പൻ. സാമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരം. അത്ര സൗന്ദര്യമാണ് ആ സാമ്പൻ. സാമ്പൻ ഒരു ദിവസം തൻ്റെ അമ്മ, അമ്മ സാമ്പൻ്റെ അമ്മയാരാ? ജാമ്പവതി അല്ലേ? ജാമ്പവതിയുടെ അടുത്ത് പോയി അമ്മയോട് ചോദിച്ചു, അമ്മയുടെ കല്യാണസാരി ഇവിടെ ഉണ്ടോ ചോദിച്ചു. എന്തിനാ ഉമ്മയില്ല? ഉണ്ടോ? എന്താ വെച്ചാൽ തരൂ പറഞ്ഞു. അങ്ങനെ നല്ല ഒരു സാരിയൊക്കെ അതാ എടുത്ത് ആ സാമ്പൻ ഇപ്പോ സാമൻ കല്യാണ സാരി ഉടുക്കുക മാത്രമല്ല, ഒരു പൂർണ്ണ ഗർഭിണിയുടെ രൂപത്തിൽ ആ വയറൊക്കെ അങ്ങനെ വിയർപ്പിച്ചാൽ എന്തൊക്കെയാ വെച്ച് കെട്ടിയതെന്ന് ആർക്കറിയില്ല. പല ഡെലിപാത്രം, ചീഞ്ചട്ടി എന്തൊക്കെയോ എടുത്ത് വെച്ച് കെട്ടി ആ വയറൊക്കെ അങ്ങനെ വിയർപ്പിച്ചുകൊണ്ട് സാമ്പൻ ഒരു മരത്തിന്റെ പിന്നിൽ അങ്ങനെ ഒളിഞ്ഞിതാ നിൽക്കുക. അപ്പോഴാണ് ആ കുട്ടി മഹർഷീശ്വരന്മാര് ആ ഭാഗത്തേക്ക് വന്നത്. മഹർഷീശ്വരന്മാര് അവിടെ ചോദിച്ചു, ഇത് സ്ത്രീയാണ്, ഈ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉണ്ടാവുക ചോദിച്ചു ഇത്രയും. അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് ആൺകുട്ടിയല്ല, ഇവിടെ സ്ത്രീയല്ല, ഒരു പുരുഷനാണ്, ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വന്നപ്പോൾ അവര് പറഞ്ഞു, ദേഷ്യം വന്നാൽ നമ്മൾ എന്താ പറയുക? അതിനെയാ പറഞ്ഞത് അല്ലേ? ദേഷ്യം വന്നാൽ നമ്മൾ എന്താ പറയുക? ഒരയ്ക്കാണ്ടാവില്ല പറഞ്ഞു, ഇരുമ്പിൻ്റെ ഒരയ്ക്ക. അതുകൊണ്ട് നിങ്ങളുടെ കുലം തന്നെ ഇല്ലാതായിട്ട് തീരുമെന്ന് പറഞ്ഞു. കുട്ടികൾ അവിടെ ഇരുന്ന് ചിരിക്കാൻ പുറപ്പെട്ടു. പുരുഷനെ എങ്ങനെയാ പ്രസവിക്കുക? കണ്ടില്ല, ഇവർക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികളെതാ നടക്കാൻ പുറപ്പെട്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്തു ആ വസ്ത്രമൊക്കെ അഴിച്ചു നോക്കിയ സമയത്ത് ചെറിയ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഭൂമിയിലേക്ക് വീണു എന്ന് മാത്രമല്ല, അതങ്ങനെ വലിയൊരു ഇരുമ്പിൻ്റെ ഒലക്കായിട്ടതാ മാറി. കുട്ടികളെങ്ങനെ ഇരുമ്പിൻ്റെ ഒലക്കയും പിടിച്ചിങ്ങനെ നടക്കാറില്ല. സാമ്പൻ പ്രസവിച്ചതാ, സാമ്പൻ്റെ കുട്ടിയാ, സാമ്പൻ്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഈ ഇരുമ്പൊലക്കയും പിടിച്ചിങ്ങനെ നടക്കുക. എന്നിട്ട് നേരെ ആ രാജാവിൻ്റെ അടുത്ത്, ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞ സാരമില്ല പറഞ്ഞു, ഇതൊക്കെ അത് ബ്രാഹ്മണ ശാപല്ലേ, സാരമില്ല പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശംഖോദ്ധാരത്തിലും പ്രഭാസ തീർത്ഥക്കരയിലും കൊണ്ടുപോയിട്ട് കലക്കിക്കൊള്ളാൻ പറഞ്ഞു. അത്രേ വെള്ളത്തിൽ കളിക്കാൻ ചിലപ്പോൾ പഞ്ചസാര ഉപ്പറ്റം കാണാതെയാവും, ബ്രാഹ്മണ ശാപം ഇല്ലാതെയാവില്ല. അവസാനം ചെറിയൊരു കഷ്ണം കിട്ടിയ അത് വെള്ളത്തിലേക്ക് എത്തി, അതതാ ഒരു മത്സ്യത്തിനെ കിട്ടി, അതിനൊരു മുക്കുവന് കിട്ടി. ജരാന്ന് പേരായിട്ടുള്ള വേടന്റെ അടുത്ത് എത്തിച്ചേർന്നു. ആ വേടൻ തൻ്റെ അമ്പന്റെ അറ്റത്തിൽ അങ്ങനെ ഈ ബ്രാഹ്മണ ശാപമാകുന്ന ഈ ഇരുമ്പിന്റെ കഷ്ണം വെച്ചിങ്ങനെ കാത്തിരിക്കുക. ഭഗവാനെ ദേ ഉള്ളൂട്ടോ, എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ എന്നുള്ള ഭാവത്തിലാണ് ജര കാത്തിരിക്കണത്. കാലരൂപി അന്വമോദത. ഭഗവാന് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? തൻ്റെ കുലത്തിന് കിട്ടിയതായ ഈ ശാപം ഇല്ലാതാക്കാം അല്ലേ? പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തില്ല? ആ ശാപം വേണ്ട തീരുമാനിച്ചില്ല. അത്ര ഹൈക്കോട്ടെ എന്തിനാ അപ്പോ എനിക്ക് മാത്രം ഒരു പ്രത്യേക നിയമം, മറ്റുള്ളവർക്കൊക്കെ വേറെ ഒരു നിയമം? അങ്ങനെ വേണ്ട, എല്ലാവർക്കും ഒരു നിയമം മതിയെന്ന് ഭഗവാൻ ഒരാ തീരുമാനിച്ചു. ഭഗവാൻ എന്തേ ചെയ്തു? അനുമോദത. ആ ശാപത്തിനെ സ്വീകരിക്കുകയാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് വസുദേവര്
നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം വർണ്ണിക്കണം. നാരദ മഹർഷി ഒരിക്കൽ വസുദേവരുടെ അടുത്ത് ദ്വാരകയിൽ എത്തിച്ചേർന്നു. എന്താ ദ്വാരകയുടെ പ്രത്യേകത? ഗോവിന്ദ ഭുജഗുപ്തായം ദ്വാരവത്യം. ഗോവിന്ദ ഭുജഗുപ്തായം, ഗോവിന്ദന്റെ ഭുജത്തില്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാ ഗോവിന്ദൻ? അവിടെ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈപ്പിടിയിലുള്ള സ്ഥലമാണ് എന്ത്? ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? ദ്വാരക ആരുടെ കയ്യിലുള്ളതാണ്? ഭഗവാന്റെ കയ്യിലുള്ള സ്ഥലമാണ്. അവിടേക്ക് നാരദ മഹർഷി ഇതാ എത്തിച്ചേർന്നു. നാരദ മഹർഷിയെ കണ്ട സമയത്ത് വേണ്ട രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വസുദേവരൊക്കെ ഇതാ പൂജിച്ചു. അപ്പോ ആ വസുദേവര് നാരദ മഹർഷിയോട് ചോദിച്ചു, ഭാഗവത ധർമ്മം അങ്ങതാ ഞങ്ങളോട് ഇതാ പറഞ്ഞിരുന്നേ. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ പുത്രനായിട്ട് കൃഷ്ണൻ തന്നെ അവതരിച്ചിട്ടുണ്ട്. ആ ഭഗവാനോട് ചോദിച്ചാൽ പോരെ, എന്നാലും ഞങ്ങളോട് ചോദിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഉത്തരം അങ്ങയോട് ഇതാ പറഞ്ഞു തരാതെ പറഞ്ഞു. അന്ന് ചോദിച്ച ഇതേ ഭാഗവത ധർമ്മം തന്നെയാണ് പണ്ട് നവയോഗീശ്വരന്മാരുടെ സത്രത്തിലേക്ക് എത്തിച്ചേർന്ന ഈ നിമി മഹാരാജാവിന്റെ സത്രത്തിലേക്ക് എത്തിച്ചേർന്ന നവയോഗീശ്വരന്മാരോട് നിമി മഹാരാജാവ് ഇതാ ചോദിച്ചത്. അപ്പൊ ഈ നിമി മഹാരാജാവ് വിദേഹ മഹാരാജാവ്, ദേഹം ഇല്ലാത്ത ആളെയാണ് വിദേഹന്മാരെ എന്ന് പറയും. നിമി മഹാരാജാവ് അയാൾക്ക് ദേഹം ഇല്ലാതെയായപ്പോൾ എവിടെയാ ഇരിക്കേണ്ടത് എന്ന് ആലോചിച്ചു. അപ്പോൾ എവിടെ ഇരിക്കണം? കണ്ണിന്റെ പോളേന്റെ മുകളിൽ ഇരിക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ കണ്ണിന്റെ പോളേന്റെ മുകളിൽ പോയിരുന്നു. അപ്പൊ പിന്നെ അപ്പോഴാണ് അങ്ങനെയാണ് നിമിഷം ഉണ്ടായത്. കേട്ടി? നിമിഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ നിമിഷം എന്ന് പറയാ? 1, 2, 3, 4, 5, 6, 7 എണ്ണണേന് മുന്നേ നമ്മളെ കണ്ണെന്ത് ചെയ്യും? ഒന്ന് അടഞ്ഞതാ തുറക്കും അല്ലേ? ഇതിനാണ് നിമിഷം എന്ന് പറയാ. ഇങ്ങനെ ദേഹമില്ലാത്തതായ ഈ മഹാരാജാവ് കണ്ണിന്റെ പോളയിൽ വന്നിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നിമി എന്നുള്ള പേര് തന്നെ ഇതാ കിട്ടിയത്. നിമിഷം അങ്ങനെയാണ് ഇതാ ഉണ്ടായത് എന്നൊക്കെ കഥയിൽ ഇതാ വർണ്ണിക്കുന്നു. അങ്ങനെ നിമി മഹാരാജാവിന്റെ സത്രത്തിലേക്ക് മഹർഷീശ്വരന്മാർ 9 പേര്, കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ തുടങ്ങി 9 പേര് ഇതാ എത്തിച്ചേർന്നു. അപ്പൊ നിമി മഹാരാജാവ് ഈ യോഗീശ്വരന്മാരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരാം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. സത്സംഗശേവധിർനൃണാം, ജീവിതത്തില് സത്സംഗം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ളതല്ല. അനവധി ജന്മത്തിലെ ഈശ്വര ഉപാസന കൊണ്ട് മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ സത്സംഗത്തിനെ പ്രദാനം ചെയ്യുക. മനുഷ്യ ജന്മത്തിനെ തന്നെ അപ്പോഴേ പ്രദാനം ചെയ്യുള്ളൂ. അങ്ങനെ ദുർലഭമായിട്ട് കിട്ടിയതായ ഈ ജന്മത്തില് സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളോട് കൂട്ടിച്ചേരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തില് ഏറ്റവും വലിയതായിരിക്കുന്ന ഭാഗ്യം. മന്യേ ഭഗവത സാക്ഷാൽ പരിഷദാൻവോ മധുദ്ദിഷാം വിഷ്ണോർഭൂതാനി ലോകാനാം ഭാവനായ ചരന്തി. നിങ്ങളൊക്കെ ഈ യോഗീശ്വരന്മാര് ലോകത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ലേ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത്. വളരെ ദുർലഭമായിട്ട് കിട്ടിയ ഈ മനുഷ്യ ജന്മത്തില് ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരോട് എന്താ ചോദിക്കേണ്ടത്? വൈകുണ്ഠപ്രിയ ദർശനം, എങ്ങനെയാണ് ആനന്ദം ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതാ ചോദിക്കേണ്ടത്. ഈ ദേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? ക്ഷണഭംഗുര, അടുത്ത നിമിഷത്തില് ശരീരം ഇവിടെ നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പറയാനായിട്ട് ഇതാ സാധിക്കില്ല. അതുകൊണ്ട് ദുർലഭമായി കിട്ടിയതായ ഈ സത്സംഗത്തില് പരമമായിരിക്കുന്ന ആനന്ദം എങ്ങനെയാണ് ഇതാ ഉണ്ടാവുക എന്നുള്ളത് അങ്ങ് ഞങ്ങളോട് ഇതാ പറഞ്ഞു തരണേ. ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മങ്ങളെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണേന്ന് നിമി മഹാരാജാവ് പറഞ്ഞപ്പോ അത് കവി എന്നു പേരായിരിക്കുന്ന ആ മഹർഷീശ്വരൻ എന്നും നിലനിൽക്കുന്നതായ ആനന്ദം എന്താണെന്നല്ലേ ചോദിച്ചത്. അപ്പൊ എന്താണ് എന്നും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോഴേ എന്നും നിലനിൽക്കുന്ന ആനന്ദം എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്നും നിലനിൽക്കുന്നത് എന്താന്നുള്ളതിനെ പറ്റി ആദ്യം വർണ്ണിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. മന്യേ പുതശ്ചിത് ഭയം അച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം. എന്നും നിലനിൽക്കുന്നതായ ആനന്ദം ജീവിതത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്നും നിലനിൽക്കുന്നതായ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു. അച്യുതന്റെ പാദങ്ങളെ ആശ്രയിക്കുക. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുതി ഇല്ലാത്ത ആളെയാണ് അച്യുതൻ എന്ന് പറയും. വീഴാത്ത ആള്.
നമ്മളൊക്കെ വീഴുന്ന ആൾക്കാരാണോ വീഴാത്ത ആൾക്കാരാണോ അറിയിച്ചോട്ടെ. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ജീവൻ നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ വീഴാത്തത്. ശരീരത്തിന് ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ അപ്പം വീഴും ആൾക്കാർ, പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മളൊക്കെ വീണതായിരിക്കുന്ന ആളാണ്. അപ്പം ഈ ശരീരത്തിനെ വീഴാതെ നിർത്തുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ്, ഭഗവാനാണ്, ആനന്ദമാണ്. പരമാത്മാവിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. എപ്പോഴാണോ ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് മാറുന്നത്, അതോടുകൂടി ഈ ശരീരത വീണു. അപ്പൊ അച്യുതസ്യപാദാംബുജോപാസനമത്ര നിത്യം വീഴാത്തതായിട്ട് ഈ ലോകത്ത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വരനാണ് ഞാൻ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവും. പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവാണ് ഞാൻ. ഈ ശരീരമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ കണ്ട ശരീരമല്ല ഇന്ന് കണ്ടതായിരിക്കുന്ന ശരീരമല്ല നാളെ. ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഭഗവാന് തോന്നും ഇനി ഈ ശരീരം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ജീവനെ എടുത്ത് ഭഗവാൻ വേറൊരു ശരീരം കൊടുക്കും അല്ലേ. അല്ലാതെ വസ്ത്രമൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? ആ വസ്ത്രം ഉപേക്ഷിക്കും, ഒരു പുതിയ വസ്ത്രം വാങ്ങും. അതേപോലെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജീവാത്മാവ് ശരീരത്തിന് വല്ലാതെ കേട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ശരീരത്തിനും ഉപേക്ഷിക്കും. കണ്ണ് കാണാതെയായി, കാത് കേൾക്കാതായി, കാലുകൊണ്ട് നടക്കാൻ വയ്യാതായി അല്ലേ. മറ്റുള്ളവർ കൂടി ഒപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കൂലേ തറകാലേ. അപ്പോൾ ഭഗവാനെന്താ തോന്നും ഈ ശരീരം കൊണ്ട് ഇപ്പോൾ ഉപാസിക്കൊന്നും ഇല്ല കേട്ടോ അല്ലേ. മാറ്റി, ആ ശരീരം മാറ്റി, വേറൊരു ശരീരം കിട്ടിയില്ലേ. എവിടെയാണ് ശരീരം കിട്ടിയത്? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ, മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഒരാളുടെ മകൻ്റെ മകനായിട്ടാണ് ജനിച്ചത് അല്ലേ. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് ആരായിട്ടാണ് ജനിക്കണമെന്ന് നമ്മൾ അറിയണുണ്ടോ അല്ലേ? നമ്മൾ അറിയണില്ല. അപ്പോൾ ഇന്നലെ വരെ നന്നായിട്ട് സ്നേഹിച്ചതായിരിക്കുന്ന അച്ഛൻ, ആ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. നാം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോ ബദ്ധശത്രുക്കളാണ്, കണ്ട കല്ലെടുത്തത് അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരാളുടെ മകൻ്റെ മകനായിട്ടാണ് ഈ അച്ഛൻ ജനിച്ചത് വെച്ചാലോ, പിന്നെ അയാളെ നമ്മൾ നാളെ നമുക്ക് എങ്ങനെയാണ് കാണുക? ശത്രുവിൻ്റെ മകനായിട്ട്. ഇന്നലെ വരെ അച്ഛനായി കണ്ട് നന്നായിട്ട് ബഹുമാനിച്ചതായ ഒരാളെ ഇയാൾ മരിച്ച് വേറെ സ്ഥലത്ത് പോയി ജനിച്ച സമയത്ത് നമ്മളെങ്ങനെയാണ് കാണുന്നത്? ശത്രുവിൻ്റെ മകനായിട്ടാണ് കാണുന്നത് അല്ലേ. അതാണ് നമ്മളോട് എന്ത് പറയണത്? ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാവർക്കും സുഖം ഉണ്ടാവണേ എന്നാണ് നമ്മളെ പ്രാർത്ഥന അല്ലേ. ആർക്കും ഉപദ്രവം ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. വസുദൈവ കുടുംബകം എന്ന് പറയും. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊക്കെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ആരായിട്ട് പോയി ജനിക്കണമെന്നുള്ളത് ആർക്കാ പറയാനായിട്ട് ഇതാ പറ്റുക അല്ലേ. ആണ് 4 കാലം വാലുള്ള സാധനം ഓടി വരുന്നത് കണ്ടാൽ കല്ലെടുത്തെറിയാൻ പാടില്ല പറയാനുള്ള കാരണം എന്താ? ആർക്കറിയാം അതൊക്കെ ആരാന്നുള്ളത്. ഒക്കെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മൾ കുറേ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിയാളാവും ചിലപ്പോൾ അല്ലേ. കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിയാളാവും, നന്നായിട്ട് സ്നേഹിച്ച്. അതാണ് ഒരു ജീവികളെയും ഉപദ്രവിക്കരുത് പറയാനുള്ള കാരണം എന്താണ്? വസുദൈവ കുടുംബകം. അടുത്ത ജന്മത്തിൽ ഏതാ ശരീരം കിട്ടുക എന്നുള്ളത് ആർക്കാ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തിനേ മാറ്റമുള്ളൂ? ശരീരത്തിനാണ് മാറ്റമുള്ളത്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവന് യാതൊരു മാറ്റവും ഇല്ല. ഈ ശരീരത്തിൽ ഈ ജീവൻ ഇരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ടപ്പോൾ അച്ഛാന്ന് വിളിച്ചു, ഒരാളെ കണ്ടപ്പോൾ അമ്മ എന്ന് വിളിച്ചു, ഒരാളെ കണ്ടപ്പോൾ കുട്ടിയെന്നൊക്കെ വിളിച്ചു, അമ്മാമെന്ന് വിളിച്ചു, അമ്മായിന്ന് വിളിച്ചു. ഒരു വീടിനെ കണ്ടപ്പോൾ എൻ്റെ വീട് എന്താ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് മരിച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ജനിച്ചത്. തിരുവനന്തപുരത്ത് പോയിട്ടാണ് ജനിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള ഒരു വീട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ഏത് വീടിനെയാണ് നമ്മൾ എൻ്റെ വീട് എന്ന് പറയുക? ഏത് വീടിനെയാണ് പറയുക? ആ വീടിനെയാണ് എൻ്റെ വീട് എന്ന് പറയുക. അല്ലെങ്കിൽ മുല്ലോറിലെ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടിനെ ആ സമയത്തിൻ്റെ വീട് എന്ന് പറയും ആരെങ്കിലും? അറിയില്ല, കഴിഞ്ഞു. അതോട് കൂടിയിട്ട് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ തിരുവനന്തപുരത്തെ വീടാണ് എൻ്റെ വീട് അല്ലേ. അപ്പോൾ ഒരാളെ കണ്ടു, അയാളെ അച്ഛൻ എന്ന് പറഞ്ഞു, ഒരാളെ കണ്ടു അമ്മ പറഞ്ഞു, ഒരാളെ കണ്ടു അമ്മാമെന്ന് പറഞ്ഞു അല്ലേ. അവിടുന്ന് മരിച്ചു, കാസർഗോഡ് പോയി ജനിച്ചു. അപ്പോൾ അവിടെ കണ്ട വീടിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻ്റെ വീട് എന്ന് ഇതാ പറയുക അല്ലേ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതാ ബന്ധമുള്ളത്. ഈ സമയത്തൊക്കെ എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്? ഈ ശരീരം എങ്ങനെ മാറുന്നുണ്ട്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവന് യാതൊരു മാറ്റവും ഇല്ല. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതാ ജീവിക്കേണ്ടത്? ശരീരത്തിന് വേണ്ടിയിട്ടാണോ? ശരീരത്തിനെ നിലനിർത്തുന്നതായ ജീവന് വേണ്ടിയിട്ടുള്ള കാര്യമാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. എപ്പോഴാ ശരീരം മാറുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അംശമാണ്. ആ ഈശ്വരനെയാണ് ഇതാ ഉപാസിക്കേണ്ടത്. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ് എന്ത്? നമ്മുടെ ശരീരം. ഓരോരോ ശരീരം കൊണ്ടും നമ്മൾ എത്രത്തോളം ഈശ്വരനെ ഉപാസിച്ചു അതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം.
ഈ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ എത്രത്തോളം ഭഗവാൻ ഉപാസിച്ചുവോ അതിന്റെ ബാക്കി മാത്രമേ അടുത്ത ജന്മത്തിൽ നമ്മൾ ഇതാ ഉപാസിക്കേണ്ടതായിട്ടുള്ളൂ. അതിന്റെ ബാക്കി മാത്രമേ അടുത്ത ജന്മത്തിൽ നമ്മൾ ഉപാസിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എത്ര കാലത്തേക്കേ വേണ്ടൂ? ഈ ജന്മത്തിലേക്കേ ആവശ്യമുള്ളൂ. അല്ലേ? ഇവിടുന്ന് കിട്ടുന്നതായ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. SLC സർട്ടിഫിക്കറ്റ് ഫുൾ A+, ആ സർട്ടിഫിക്കറ്റ് അല്ലേ. അത് കഴിഞ്ഞ് ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ്, എഞ്ചിനീയറായ സർട്ടിഫിക്കറ്റ്, ഡോക്ടറായ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ എത്രത്തോളം കാലം വേണം? എത്രത്തോളം കാലം വേണ്ടത് അല്ലേ? ഇവിടുന്ന് ശരീരത്തിനെ തീയിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇടുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് കിട്ടിയ ഏത് സർട്ടിഫിക്കറ്റ് അതിൽ ഇട്ട് കഴിഞ്ഞാലും ആരും ഒന്നും പറയില്ല അല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറയും. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂലേ? ഒരു ഗുണമില്ല. പിന്നെ വേറെ സർട്ടിഫിക്കറ്റ് വേണം മരിച്ചു കഴിഞ്ഞാൽ. ആ സർട്ടിഫിക്കറ്റിന് എന്തായാലും കുട്ടികളുണ്ടായിക്കോളും, അവർക്ക് ആവശ്യമാണ് അല്ലേ. അതുകൊണ്ട് അവരുണ്ടായിക്കോളും, അതിനെ പറ്റിയിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടുന്ന് കിട്ടുന്നതായ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഈ ശരീരം നിലനിൽക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ അടുത്തതായിരിക്കുന്ന ശരീരം കിട്ടുന്ന സമയത്തും ആവശ്യമുള്ളതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാണ് ഈശ്വരോപാസന. അത് നമ്മുടെ ജീവന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അധികം ഫലം എന്ന് പറയും. ഭഗവാനെ ഒരു ദിവസം ഒരു പ്രാവശ്യം നാമം ജപിച്ച് ഉപാസിക്കാൻ സാധിച്ചു, അത്രത്തോളം ഗുണം. ഒരു പ്രാവശ്യം കൂടി സഹസ്രനാമം ജപിക്കാൻ സാധിച്ചു, അത്രത്തോളം ഗുണം. ഒരു പ്രാവശ്യം കൂടി അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു, അത്രത്തോളം ഗുണം. ഒരു പ്രദക്ഷിണം കൂടി ഇതാ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? ഒരിക്കൽ കൂടി നല്ല ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് എന്നും ഗുണമായിട്ടിരിക്കണു. എന്നെന്ന് പറഞ്ഞാൽ ആചന്ദ്രതാരകം. എത്രത്തോളം കാലം ഈ ശരീരത്തിൽ ഈ ജീവാത്മാവ് ഇങ്ങനെ ഏതേത് ശരീരം എടുക്കുന്നുവോ ആ സമയത്തേക്കും കൂടി നമുക്ക് ഗുണ ആയിട്ടതാവുന്നു അല്ലേ. എല്ലാവരും ഈ ലോകത്ത് പല ആൾക്കാരും പല ശരീരത്തിൽ ഇരിക്കുന്നുണ്ട് വെച്ചാലും എല്ലാവരും ഒരേപോലെയാണോ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്? ഒരിക്കലുമല്ല. എപ്പോഴും സുഖം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ. എന്നും സുഖം മാത്രം അനുഭവിച്ചു. എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതായിരിക്കുന്ന ഈശ്വരോപാസനയാണ്, ആ ഭഗവത് ഉപാസനയാണ് അതിന് കാരണം എന്നുള്ളത് നമ്മൾ ഇതാ മനസ്സിലാക്കണം. അവർക്കതാ ഒരിക്കലും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകത്തില്ല. എന്താണ് ഈ ശരീരം എന്ന് പറഞ്ഞത്? നമ്മളുടെ നിഴലാണ് എന്ന് മനസ്സിലാക്കണം. ജീവന്റെ നിഴലിനാണ് ശരീരം എന്താ പറയുക അല്ലേ. ജീവന്റെ നിഴലാണ് ഇതാ ശരീരം. അങ്ങനെ ഈ ഈശ്വര ഉപാസനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇതാ പ്രാധാന്യം. യാവന്യമീല്യവാ നേത്രേ നസ്കലേത് നപദേദിഹ. അതുകൊണ്ട് എന്ത് വേണം? ഒരിക്കലും വീഴാത്തതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ മുറുക്കിപ്പിടിച്ച് നിങ്ങൾ തന്റെ രണ്ട് കണ്ണും അടച്ചുകൊണ്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും ഓടിക്കോളൂ. ഒരിക്കലും വീഴ്ച ജീവിതത്തിൽ അതാ ഉണ്ടാവില്ല. ഏതാ ഈ രണ്ട് കണ്ണുകള്? ശ്രുതിസ്മൃതിഭ്യാം വിഹിതാം പ്രദാതയ പുനന്തി പാപം നനുനന്തി വാസനം. ശ്രുതിയും സ്മൃതിയുമാകുന്ന കണ്ണുകള്. ഒരാൾക്ക് ജീവിതത്തിൽ വേദം പഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും സ്മൃതികളൊന്നും പഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ പാദത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഭഗവാന്റെ പാദത്തിൽ വന്നിരിക്കണ്ടേ. കൃഷ്ണന്റെ ആ പാദത്തിനെ നന്നായിട്ട് അങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. എന്താണ്? മത്സ്യം പിടിക്കുന്ന ആൾക്കാർ വല എറിയണ സമയത്ത് ചില മത്സ്യങ്ങളൊക്കെ എന്താ ചെയ്യും? നല്ല അറിവുള്ള മത്സ്യങ്ങളൊക്കെ എന്താ ചെയ്യുക? വല എറിഞ്ഞയാളുടെ കാലിൻ്റെ അടുത്ത് പോയി നിൽക്കും അല്ലേ. കാലിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആ മത്സ്യം അവിടെ കൊടുങ്ങില്ല, വലയിലും കൊടുങ്ങില്ല. അതേപോലെ അച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം. അച്യുതന്റെ പാദങ്ങളെ ആശ്രയിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ഒരു ദുഃഖവും അവരതാ ബാധിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഭഗവാനോട് ബന്ധപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക? കായേന വാച, ശരീരം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തികൾ മുഴുവനും. കായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ കായം എന്ന് പറയാ അല്ലേ? രസമായിട്ടറിയാം, സാമ്പാറിൽ രസമല്ല. ആ കായല്ല, അതേ അറിയുള്ളൂ. കായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരം കൊണ്ട് ചെയ്യുന്നതായ എല്ലാവിധ പ്രവൃത്തികളും ഭഗവാനോട് ബന്ധപ്പെടുത്താം. ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എന്ത് വേണം? ഭൂമി തൊട്ട് തലയിൽ ധാവിക്കണം. ശ്രീ കേശവായ നമ നാമം ജപിച്ചുകൊണ്ട് ദിവസത ആരംഭിച്ചു. എന്ത് വേണം? ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ ശ്രീ കേശവായ നമ. അപ്പം ആരെയാണ് ഓർക്കുന്നത്? ഭഗവാനതാ ഓർത്തു അല്ലേ. അത് കഴിഞ്ഞ് എവിടെയാണോ നമ്മൾ കടന്നത് അതാത് സ്ഥാനത്ത് സാവധാനത്തിൽ ചമ്രം പിടിഞ്ഞ് ഇരുന്ന് കണ്ണൊക്കെ നന്നായിട്ട് അടച്ച്
ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ മനസ്സിലേക്ക് ഇതാ നന്നായിട്ട് അങ്ങനെ ധ്യാനിച്ച്, മഹാവിഷ്ണു സ്വരൂപത്തിനെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ച്, ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച്, പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി, വനമാലയണിഞ്ഞ്, രത്നമാലകളണിഞ്ഞ്, സ്വർണ്ണമാലകളണിഞ്ഞ്, മുത്തമാലകളണിഞ്ഞ്, തുളസിമാലകളണിഞ്ഞ്, കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി, 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട്, തോൾവളകളണിഞ്ഞ്, സ്വർണ്ണവളകളണിഞ്ഞ്, സ്വർണ്ണ മോതിരം ചാർത്തി, അതിമനോഹരമായി പുഞ്ചിരിച്ച്, ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി, ഗോപികുടി ചാർത്തി, കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ, സ്വർണത്തിന്റെ കിരീടം ചാർത്തി, മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ പാദാദി കേശം, കേശാദി പാദം നന്നായിട്ട് മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിച്ച്, പിന്നീട് നമ്മളെ കുളിക്കാനായിട്ട് ഇതാ ഇറങ്ങി വരുമ്പോൾ പുണ്യനദികളെ 7 പുണ്യനദികളെ മനസ്സിലേക്ക് ഇതാ ധ്യാനിച്ച്, ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഗംഗാനദിയെ ഓർക്കണ സമയത്ത് മഹാദേവനെ ഓർക്കാതിരിക്കാൻ പറ്റൂ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലൂടെ ഒഴുകിയ ഈ ഗംഗ, കൃഷ്ണപതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഗംഗയെ ഓർക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കാതിരിക്കാനായിട്ട് ഇതാ സാധിക്കൂ? യമുന എന്ന് പറയുന്നതിന് മുന്നേ തന്നെ യമുനാ നദിയിൽ കാളിയന്റെ മുകളിൽ നൃത്തം ചെയ്തതായ സാക്ഷാൽ ഭഗവാനെ നമുക്കിതാ ഓർക്കാതിരിക്കാനായിട്ട് ഇതാ സാധിക്കൂ അല്ലേ? ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി. ഇങ്ങനെ പുണ്യ നദികളെ ഓർത്തുകൊണ്ട് കുളിക്കാനായിട്ട് ഇതാ പുറപ്പെടുന്നത്. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതായിരിക്കുന്ന സകല കർമ്മവും രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു പാത്രത്തിൽ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഒരു പ്ലേറ്റിലെടുത്ത് അത് ഭഗവാന്റെ മുന്നിൽ, പൂജാമുറിയുടെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ വെച്ച്, യജ്ഞദിഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മന തത്തന്നിവേദയേൻ മഹ്യം തത് ആനന്ദ്യായ കൽപ്പതേ. ആ ഭക്ഷണമൊക്കെ ഒരു പാത്രത്തിലെടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് അത് പ്രസാദമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് കഴിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ആ കർമ്മവും ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു അല്ലേ? അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള കർമ്മവും ഭഗവാനോട് ബന്ധപ്പെടുത്തി. ഭക്ഷണം കഴിക്കണത് അല്ലേ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഇഷ്ടസഹഭോജനം ഭക്ഷണം എന്ന് പറയും. ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാക്കിയത് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോഴാണ് ഭക്ഷണമായിട്ട് ഇതാ മാറുന്ന ഭക്ഷണം. അതൊക്കെ പ്രസാദഭാവത്തോട് കൂടിയിട്ട് കാണാനായിട്ട് ഇതാ സാധിക്കും. ഒക്കെ ഭഗവാന്റെ പ്രസാദം. എപ്പോഴാ പ്രസാദമാവുക? ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി ഇങ്ങടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതെന്താ ഈ പ്രസാദമായിട്ട് മാറിയില്ലേ? എപ്പോഴാ തീർത്ഥാവുന്നത്? വെള്ളം ഒരു പാത്രത്തിലെടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ ഇത് അഭിഷേകം നടത്തുന്നതോട് കൂടിയിട്ട് ആ വെള്ളം വ്യർത്ഥമായിട്ട് ഇതാ മാറിയില്ലേ? ഒക്കെ ഭഗവാനോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രസാദമായി. അതെന്തായാലും ശരി, പ്രസാദമായിട്ട് ഇതാ മാറി. ഇങ്ങനെ ചിലവരൊക്കെ അല്ലേ കല്യാണമൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ സാധനം വാങ്ങുക? അനവധി സാധനം വാങ്ങുമ്പോൾ കുറേ സ്വർണ്ണമൊക്കെ അതാ വാങ്ങാൻ പുറപ്പെടുമ്പോൾ, പട്ടുസാരിയൊക്കെ വാങ്ങാൻ പുറപ്പെടുമ്പോൾ ചിലവരെന്ത് ചെയ്യും? തൻ്റെ പൂജാമുറിയിലുള്ള ഭഗവാനും എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ വാങ്ങി ഭഗവാന് മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ വയ്ക്കും. അതേപോലെ കുറേ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലവരെന്ത് ചെയ്യും? പൂജാമുറിയിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന് ഒരു ആഭരണം ഇതാ വാങ്ങിക്കാനായിട്ട് ഇതാ പുറപ്പെടുന്നു. പലരും യാത്രയൊക്കെ പോണ സമയത്ത് ഭഗവാനുണ്ട് സീറ്റ്, അങ്ങനത്തെ 7 സീറ്റുള്ള വാഹനം. 5 ആൾക്കാരെ പോകാനുള്ള വെച്ചാൽ 6 ആൾക്കാരെ പോകാനുള്ള വെച്ചാൽ എന്ത് വേണം? 7 സീറ്റുള്ള വാഹനമാണ് വിളിച്ചത്. ഒരു സീറ്റ് ഭഗവാനായിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആ ഈശ്വരനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാനായിട്ട് ഇതാ സാധിക്കുക. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവ. മനസ്സുകൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്തുക അല്ലേ? നമ്മളൊക്കെ യാത്ര പോണ സമയത്ത് എത്ര നേരം വെറുതെ ഇങ്ങനെ ഇരിക്കണത്? 2 മണിക്കൂറും 3 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ, അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കാര്യം, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ, രാത്രി ഇതിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഒരാവശ്യമില്ലാതെ. അങ്ങ് നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിനെ മാറ്റി നിർത്തി എത്ര കഥകൾ നമ്മൾ ഇവിടെ ഇരുന്നതാ കേട്ടു. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന അനവധി കഥകൾ അങ്ങനെ കേട്ടതിനെ പട്ടന്തോ നാമാനി പ്രമദഭര സിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താത്വയി ഖലു രമന്തേ പരമമോനഹം ധന്യാൻ മന്യേ. നമുക്ക് ധന്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭഗവത് സ്മരണകളെ മനസ്സിലേക്ക് ഇതാ ചിന്തിക്കാനായിട്ട് ഇതാ സാധിക്കുമ്പോൾ
ഇങ്ങനെ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തിയും ഭഗവാനോട് ഇതാ ബന്ധപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിച്ചാൽ മതി. ഭയം ദിവിയാഭിനിവേശതസ്യായിൽ 2 എന്നുള്ള ഭാവം വരുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. സത്യത്തിൽ 2 ഉണ്ടോ? 2 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. 1 മാത്രമേ ഉള്ളൂ. 2 എന്ന് നമ്മൾ വെറുതെ പറയുക. സത്യത്തിൽ 2 ഇല്ല. ചിലവർ പറയും ഞാൻ കിണറിലെ വെള്ളം മാത്രമേ കുടിക്കൂ, കുളത്തുനിന്നേ കുളിക്കൂ. ഇത് വരെയേ പറയുള്ളൂ. 2018 വരെയേ പറഞ്ഞുള്ളൂ. 2018 ആയതിൻ്റെ ശേഷം വെള്ളപ്പൊക്കം വന്നതിൻ്റെ ശേഷം പിന്നെ കിണറുമില്ല, കുളവുമില്ല. വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ കിണറുണ്ടോ? കുളവില്ല, ഒക്കെ ഒന്നേ ഉള്ളൂ അല്ലേ. പരമമായിരിക്കുന്ന ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ഇല്ല, 1 മാത്രമേ ഉള്ളൂ അല്ലേ. എങ്ങനെ? മണ്ണിൻ്റെ വികാരമാണ് കുടം എന്നുള്ളത്. മണ്ണിൻ്റെ ഒരു വികാരമാണ് കുടം. സ്വർണത്തിൻ്റെ ഒരു വികാരമാണ് കഴുത്തിലിടുന്ന ആഭരണം അല്ലേ. അതിന് മറ്റൊരു വികാരമാണ് എന്ത്? മറ്റൊരു രൂപമാണ് കയ്യിലുള്ളതായിരിക്കുന്ന ആഭരണങ്ങൾ. മറ്റൊരു രൂപമാണ് കാതിലിടുന്നതായിരിക്കുന്ന ആഭരണങ്ങൾ. ഇങ്ങനെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവണം. രൂപം വ്യത്യാസം വരുന്നതിനനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കണം. സ്വർണത്തിന് മാറ്റമുണ്ടോ? സ്വർണത്തിന് ഒരിക്കലും മാറ്റമില്ല. ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് നമ്മൾ ചോദിക്കുക സ്വർണ്ണക്കടക്കാരനോട്, ഞാൻ എന്താ വാങ്ങേണ്ടത്, നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. കഴുത്തിലിടുന്ന സ്വർണ്ണാഭരണം വേണോ വാങ്ങുക, കയ്യിലിടുന്ന ആഭരണം വേണോ വാങ്ങുക അല്ലേ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടക്കാരൻ എന്താ അവിടെ ഇരുന്ന് പറയുക? നിങ്ങൾ എന്ത് വേണിച്ചാലും വാങ്ങിക്കോളൂ, ഒറ്റ ആഗ്രഹം. എന്താണ്? ഇവിടുന്ന് സ്വർണം ചിലവാകണം അല്ലേ. സ്വർണ്ണം ചിലവാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എന്താ വാങ്ങേണ്ടത് ഞാനാ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇവിടെ സ്വർണത്തിലേക്ക് മാത്രമേ സ്വർണ്ണക്കടക്കാരന് ശ്രദ്ധ ഉള്ളൂ. ഇതേപോലെ ഈ ജീവൻ മാത്രമാണ് സത്യമായിട്ടുള്ളത്. ജീവന്റെ പുറത്തുള്ളതായിരിക്കുന്ന രൂപം പലതായിരിക്കാം. ഏത് രൂപമായാലും തിരക്കില്ല. ഭഗവാൻ ഉപാസിക്കുന്നുണ്ടോ അതിനാണ് ഇതാ പ്രാധാന്യം. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ കണ്ണുള്ള ആളാണ്, കണ്ണില്ലാത്ത ആളാണ്, നടക്കാൻ പറ്റുന്ന ആളാണ്, നടക്കാൻ വയ്യാത്ത ആളാണ്, ഇതൊന്നും ആരെ ബാധിക്കുന്നില്ല? ഭഗവാനെ ബാധിക്കുന്നില്ല. നല്ലൊരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ഇതാ കൂടുതൽ പ്രാധാന്യം. ഭയം വിധീയാഭിനിവേശതസ്യാൽ. സത്യത്തിൽ 2 എന്നുള്ളതിനെ മാറ്റി നിർത്തി 1 മാത്രം പ്രാധാന്യത കൊടുക്കേണ്ടതാണ്. അതിനാണ് പരമമായിരിക്കുന്ന ജ്ഞാനം എന്നതാ പറയാം. അവിദ്യമാന. നമുക്കിപ്പോൾ 2 ഉണ്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ. അതെന്താ കാരണം? അത് അവിദ്യ കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. പരമമായിരുന്ന ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ 1 ഉള്ളൂ. ഏകം സത് വിപ്രാഹ ഭൂതാവതന്തി പറയും. 1നെയാണ് അറിവുള്ള ആൾക്കാർ പലതായിട്ട് ഇതാ പറയണത് അല്ലേ. നദ്യപ്രവിഷ്ട ഇവ നാമരൂപേ പറയും അല്ലേ. ഈ രൂപവും നാമവും ഒക്കെ പേരൊക്കെ ഇതുവരെയുള്ളൂ. നദികൾക്ക് രൂപവും പേരൊക്കെ ഇതുവരെയുള്ളൂ. അത് കടലിലെത്തി വരുന്നത് വരെയുള്ളൂ. കടലിലെത്തി കഴിഞ്ഞിട്ട് വെച്ചാൽ ഇന്ന വെള്ളമെന്ന് പറയുമോ? ഇത് ഗംഗാനദിയിലെ വെള്ളമാണ് അങ്ങനെ പറയും. അപ്പോൾ ഒന്നുമില്ല, അവിടെ പേരുമില്ല, രൂപമില്ല, ആകപ്പാടെ സമുദ്രം മാത്രം. മധ്യപ്രവിഷ്ട ഇവ നാമരൂപേ. ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളെ കർമ്മഫലത്തിനനുസരിച്ച് ഓരോ ശരീരം ഭഗവാൻ ഇതാ തരണത്. അപ്പൊ ശരീരമല്ല ഞാൻ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്. ഈ കിട്ടിയ ശരീരം കൊണ്ട് ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ഭാവം ജീവിതത്തിൽ അതാ ഉണ്ടാവണം. അതിനോ ശൃണ്വൻ സുഭദ്രാണി രഥംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ. ശൃണ്വൻ സുഭദ്രാണി രഥംഗപാണേ. എല്ലാ സ്ഥലത്തും ഭദ്രത്തിനെ മാത്രം, നല്ലതിനെ മാത്രം കാണാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക അല്ലേ. ഭദ്രം കർണേഭിശൃണുയാമദേവ ഭദ്രം പശ്യേ. നമ്മളൊരു വസ്തുവിൽ എന്തിനെ കാണുന്നുവോ നമ്മൾ അതായിട്ട് ഇതാതിരുന്നു. കാഴ്ചക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയും. ഒന്നിന് നല്ലതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതായി. 99 ദോഷമുണ്ടെങ്കിലും ഒരു ഗുണമുണ്ടോ? ആ ഗുണത്തിനെയാണ് നമ്മളിതാ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവും. ഒരു ഉദാഹരണം നമ്മളിതാ പറഞ്ഞു അല്ലേ. എന്താണ്? ഗംഗാനദിയിൽ എല്ലാ ദിവസവും കുളിക്കുന്നതായ ഒരു മഹർഷി ഒരു ദിവസം ഗംഗാനദിയിൽ ഇറങ്ങി കുളി കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്ക് ഒരാൾ എന്ത് ചെയ്തു? മുഖത്ത് മുറുക്കി തുപ്പി. അത് തന്നെ. അയ്യോ എന്ന് പറഞ്ഞിട്ട് കഴിയില്ല, തുപ്പി അയാള്. ഇയാൾ ദേഷ്യപ്പെടണ്ടേ? നമ്മളച്ചാ ദേഷ്യപ്പെടില്ലേ? ഇയാൾ ദേഷ്യപ്പെട്ടില്ല. അത് തന്നെ. ആ മഹർഷി സന്യാസി എന്ത് ചെയ്തു? പിന്നെയും ഗംഗയിൽ ഇറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞ് വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കാത്ര ഇയാൾ മുറുക്കി തുപ്പാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഇറങ്ങിയതാ കുളിച്ചു, ഇയാൾ മിണ്ടിയില്ല. ഇങ്ങനെ 21 പ്രാവശ്യം ഗംഗയിൽ ഇറങ്ങി കുളി കഴിഞ്ഞ് വന്നപ്പോൾ വായയിൽ മുറുക്കാനാക്കി തുപ്പാൻ പുറപ്പെട്ട ആൾക്ക് തോന്നിയത്രേ, ഞാൻ എന്തിനാ ഭഗവാൻ ഇയാളെങ്ങനെ മുഖത്തേക്ക് മുറുക്കി തുപ്പണത്. എന്നിട്ട് അവിടെ ഇരുന്ന് ആ സന്യാസിയോട് ചോദിച്ചു, എന്തേ?
അങ്ങ് എന്നെ ഒരു അടി അടിക്കാനത് എന്തേ ചോദിച്ചു. അങ്ങ് ഒരു അടി എന്നെ അടിച്ചിരുന്നു വെച്ചാൽ എനിക്ക് കുറച്ച് സമാധാനമാകുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും രണ്ട് ചീത്ത എന്തെങ്കിലും പറഞ്ഞിരുന്നു വെച്ചാൽ എനിക്കൊരു സമാധാനമാകുമായിരുന്നു. അങ്ങ് എന്തേ എന്നെ ചീത്ത പറയാനത് ചോദിച്ചു. അപ്പോൾ ഈ സന്യാസി അവിടെ ഇരുന്ന് മുറുക്കി തുപ്പുന്ന ആളോട് പറഞ്ഞു, ഞാൻ എന്തിനാപ്പോ നിന്നെ ചീത്ത പറയുന്നത്? നീ നല്ല കാര്യമല്ലേ ചെയ്തത്? നല്ല കാര്യം. അയാൾ മുഖത്തേക്ക് ഇങ്ങനെ തുപ്പിയത് നല്ല കാര്യമാണ്. അതെന്താണ് നല്ല കാര്യമാണെന്ന് പറഞ്ഞത്? അതെന്താ ചോദിച്ചാൽ, ഞാൻ ഒരു ദിവസം ഈ ഗംഗയിൽ ഒരു പ്രാവശ്യം മാത്രമേ കുളിക്കാറുള്ളൂ. നീ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മുക്കി തുപ്പിയത് കൊണ്ട് ഇപ്പം എന്തുണ്ടായി? 21 പ്രാവശ്യം ഞാനിതാ വെള്ളത്തിലിറങ്ങി കുളിച്ചു. അല്ലേ? ഗംഗയിലിറങ്ങിയതാ കുളിച്ചു. അപ്പം നീ ചെയ്തത് എത്രയോ മഹാപുണ്യല്ലേ? കുളിച്ചു അല്ലേ? ഇതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത. 99 ദോഷമുണ്ടോ അതിനൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു ഗുണം വെച്ചാൽ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇതിലധികം സന്തോഷം ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു ഗുണം വെച്ചാൽ അതിനെപ്പറ്റി എന്നതാ ചിന്തിക്കുക. അല്ലേ? കാലിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത്, ഭഗവാനെ കാലിനിപ്പോൾ അസുഖം വന്നതുകൊണ്ട് ജോലിക്ക് പോകണ്ട, എത്ര സൗകര്യമല്ലേ. മാത്രമല്ല അമ്പലത്തിലെ സപ്താഹം ഇങ്ങനെ സുഖമായിട്ട് സപ്താഹം കേൾക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇപ്പം കാലൊടിഞ്ഞത് നന്നായിട്ടാ വിചാരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇല്ലാച്ച അവിടുത്തെ ഇങ്ങനെ ഓഫീസിൽ നിന്ന് വിളിച്ച് എന്തായാലും ഇയാൾക്ക് ലീവ് കൊടുക്കില്ല എന്നുള്ള കാര്യം. ഇപ്പം കാലൊടിഞ്ഞതുകൊണ്ട് എന്തുണ്ടായി? ഇവിടെ ഇരുന്ന് ഭാഗവതം മുഴുവനും കേൾക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാവിധ ദുഃഖങ്ങളെയും മറന്ന് അതിനൊരു സുഖത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. അല്ലേ? ആലോക്യതേ ഇതി ലോകഃ എന്ന് പറയും. കാഴ്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഒരു വസ്തുവിൽ നല്ലതിനെ കാണുന്ന ആൾക്കാരെയാണ് സജ്ജനങ്ങൾ. ശൃണ്വൻ സുഭദ്രാണി രഥംഗപാണേ ജന്മാനി കർമാണി ജയാനി ലോകേ. അതാണ് ശ്രീശോബ്രഹ്മർഷിയുടെ പ്രത്യേകത. ശ്രീശോബ്രഹ്മർഷി ലോകം മുഴുവനും ഭഗവാനെ മാത്രമേ കാണുള്ളൂ. എല്ലാ വസ്തുക്കളിലും ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് അങ്ങനെ ബദരികാശ്രമത്തിലേക്ക് ഓടിപ്പോണ ശ്രീശോബ്രഹ്മർഷി. പിന്നാലെ ഓടി വരുന്നുണ്ട് ആര്? ശ്രീശോബ്രഹ്മർഷിയുടെ അച്ഛനായിരിക്കുന്ന വേദവ്യാസ മഹർഷി. അപ്പോൾ ഒരു സരസിന്റെ തീരത്ത് കൂടെ പോകുമ്പോൾ ശ്രീശോബ്രഹ്മർഷിക്ക് 16 വയസ്സായിട്ടേ ഉള്ളൂ. കണ്ടാൽ ഒരു സൗന്ദര്യം അറിയില്ല ശ്രീശോബ്രഹ്മർഷിക്ക്. അവരെ കണ്ട സമയത്ത് ഈ വെള്ളത്തിൽ കുളിച്ചിരിക്കണ സ്ത്രീകൾക്കൊന്നും അപ്സരസുകൾക്കൊന്നും ഒരു നാമൊന്നും തോന്നിയില്ല അത്ര. പിന്നാലെ വരുന്നുണ്ട് നല്ല വയസ്സായിരിക്കുന്ന വേദവ്യാസ മഹർഷി. വേദവ്യാസ മഹർഷിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ശരീരത്തിലേക്ക് വസ്ത്രം എടുത്തിടാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ വേദവ്യാസ മഹർഷി തിരിഞ്ഞു വന്ന് സ്ത്രീകളോട് ചോദിച്ചു, അല്ല എനിക്കൊരു സംശയമുണ്ട്, സംശയം നിങ്ങളൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ 16 വയസ്സായിട്ടേ ഉള്ളൂ, യുവാവാണ്, യൗവനയുക്തനാണ്, എന്തൊരു സൗന്ദര്യമാണെന്ന് അറിയില്ല. എൻ്റെ മകൻ്റെ സൗന്ദര്യം കണ്ട സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ശരീരബോധമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ ആ സമയത്ത് എൻ്റെ വസ്ത്രം ഒന്നും എടുത്ത് ശരീരത്തിനെ മറക്കാതിരുന്നത്? എനിക്ക് എത്രയാ വയസ്സായത്? നോക്കത്താർക്കും അറിയില്ല. അത്ര വയസ്സായിട്ടതാ എനിക്കല്ലേ. അപ്പോൾ അവൻ്റെ അച്ഛനായിരിക്കുന്ന എന്നെ കണ്ട സമയത്താണോ നിങ്ങൾക്ക് ഇതാ ശരീരബോധം തോന്നിയത് ചോദിച്ചു അത്രേ. അപ്പോൾ ഈ സ്ത്രീകൾ അതിന് അവിടെ വെച്ച് ഉത്തരം പറയും. എന്താ അറിയും? അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരം ഉണ്ടാകും. സ്ത്രീ കുംഭിത നതു സുതസ്യ വിവിക്ത ദൃഷ്ടേ. അങ്ങയുടെ പുത്രനായിരിക്കുന്ന ശ്രീശോബ്രഹ്മർഷിക്ക് ഞങ്ങൾ സ്ത്രീകളാണെന്നോ, ഞങ്ങളിവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ, ഞങ്ങളുടെ ശരീരത്തിൽ വസ്ത്രം ഇട്ടുണ്ടോ വസ്ത്രം ഇല്ലേ, ഇതൊന്നും അദ്ദേഹം നോക്കുക പതിവില്ല. അല്ലേ? അദ്ദേഹം എന്തേ കാണുന്നുള്ളൂ? ഒരു ശരീരത്തിൽ ആ ശരീരത്തിനെ നിലനിർത്തുന്നതായ ജീവനെ മാത്രം കണ്ടുകൊണ്ട്, ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാണ് അങ്ങയുടെ പുത്രനായിരിക്കുന്ന ശ്രീശോബ്രഹ്മർഷി. ഇങ്ങനെ ഏതൊരു വസ്തുവിലും നല്ലതിനെ മാത്രം കാണാൻ സാധിക്കുന്ന സമയത്ത് ആനന്ദമാണ് ഇതാണ്ടാവുക. അല്ലേ? അല്ലെങ്കിലോ ദുഃഖമാണ് ജീവിതത്തിൽ ഇതാണ്ടാവുക. അതുകൊണ്ട് ഈ മായയെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം വെച്ചാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ തന്നെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വിലജ്ജോ വിചരേത് അസംഗ. അസംഗനായിക്കൊണ്ട് ഈ ലോകത്ത് സഞ്ചരിക്കണം. യാതൊരു സംഘവും ഉണ്ടാവാൻ പാടില്ലാതെ, ആരോടും ബന്ധമില്ലാതെ സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു. എങ്ങനെ? കൊട്ടത്തേങ്ങ പോലെ ആവണം ജീവിതം. ചിരട്ടേൻ്റെ ഉള്ളിലാണെച്ചാലും ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. നാളികേരാവുന്ന സമയത്തേ ഉള്ളൂ. നാളികേരം പൊട്ടിച്ചാലേ ചിരട്ട എങ്ങനെയാണോ പൊട്ടുന്നത് അതിനനുസരിച്ചാണ് നാളികേരത്തിൻ്റെ ആക്കി. എന്നാൽ കൊട്ടത്തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാലോ ചിരട്ട എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള നാളികേരത്തിന് യാതൊരു വ്യത്യാസവുമില്ല.
ഇതേപോലെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, എന്ത് സംഭവിച്ചാലും എനിക്കില്ല, യാതൊരു കുഴപ്പമില്ല എന്നുള്ള ഭാവത്തില് വിചരേത് അസംഖ്യ, അസംഖ്യനായിക്കൊണ്ട് യാതൊരു സംഘവുമില്ലാതെ. അതുകൊണ്ടിപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? മൊബൈൽ ഫോണൊക്കെ കയ്യിലുണ്ട് വെച്ചാൽ സകല നമ്പറും ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ നമ്പറും വേണ്ട, സകല നമ്പറും. ഇതൊക്കെ ആൾക്കാരെ വിളിച്ചല്ലേ, ആരെങ്കിലും ഒരാളെ കണ്ട് അയാളെടുത്ത് മൊബൈൽ നമ്പറാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പിന്നീട് കാണുന്ന സമയത്ത് നമ്മൾ കണ്ട് വർത്തമാനം പറഞ്ഞില്ല വെച്ചാലോ, തിരുമേനിക്കിപ്പം കുറച്ച് അഹങ്കാരം കൂടുതലാണ്, അതുകൊണ്ടാണ് വിചാരിച്ചപ്പോൾ ആദ്യമൊക്കെ എന്നോട് എത്ര നന്നായിട്ട് വർത്തമാനം പറഞ്ഞാടല്ലേ. ഇങ്ങനെ ഓരോരോ ആളുകളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ദുഃഖമാണ് ഇതാ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്ത് വേണം? അസംഗ, ആരോടും യാതൊരു സംഘവും ഇല്ലാതെ അല്ലേ. അടുപ്പം കൂടും തോറാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ആലോചിച്ച് നോക്കൂടെ, എൻ്റേത് എന്ന് വരുന്ന സമയത്തല്ലേ വിഷമമുള്ളൂ, പ്രയാസമുള്ളൂ. എൻ്റേതല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടോ അല്ലേ? അത് കുറച്ച് നേരത്തെ ആ ഒരു അടുപ്പം കൊണ്ട് തന്നെ ഒന്നും വേണ്ട. അപ്പോൾ ഒക്കെ ഓരോ ആൾക്കാരും വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ആയി ഉണ്ടാവുള്ളൂ അല്ലേ. ഓരോ ആൾക്കാരും ഓരോ കസാലേൻ്റെ മുകളിൽ ഇരിക്കണം. ആ കസാലേൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് എന്തോ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ പോയി തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്ക് ആ കസാലേൻ്റെ മുകളിൽ വേറെ ആൾ കയറിയിരുന്നു. എന്തൊരു ദേഷ്യാന്നാ വിചാരിച്ചത്. എൻ്റെ കസാലയല്ലേ, എൻ്റെ കസാലയല്ലേ, നീ എന്താ അവിടെ കയറിയിരിക്കണത്? സപ്താഹ മണ്ഡപമായതുകൊണ്ട് കൊടുത്തില്ല എന്നേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും അയച്ചാലുള്ള സ്ഥിതി പറയാതിരിക്കുക ഭേദം. ഇത് എൻ്റെ കസാലയല്ലേ, എൻ്റെ കസാലയാണോ ആലോചിച്ച് നോക്കൂലേ, എൻ്റെ കസാലയാണോ അത്? ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് വെച്ചാൽ കസാലേൻ്റെ ആൾക്കാർ വരും. അപ്പോഴും നമ്മളിവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അവർ എണീക്കടാ പറയും അല്ലേ, എണീക്കടാ വരുന്നത് പറയും അല്ലേ. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു സംഘം കൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ഇത് എൻ്റേതാണ് എന്ന് തോന്നി അതങ്ങോട്ട് നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞ് പോണ സമയത്തുള്ള ഒരു വിഷമം, ആ വിഷമത്തിൽ ഒരു കാര്യമില്ല. വെറുതെ വിചാരിക്കുക, വെറുതെ കരയണത്. ചില ആൾക്കാരൊക്കെയാണ് മരിച്ചു പോണ സമയത്ത് അടുത്തിരിക്കുന്ന ആൾക്കാരെങ്ങനെ കരഞ്ഞല്ലേ. ഭർത്താവാ മരിച്ചത് വെച്ചാൽ ഭാര്യ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും, മരിച്ചു പോയി ഭഗവാനേ, പോയില്ലേ, എനിക്ക് ആളില്ലാതെയായല്ലോ ഭഗവാനെ, എനിക്ക് റേഷൻ പേടിയുന്ന സാധനം കൊണ്ട് തരാൻ ആളില്ലാതെയായല്ലോ ഭഗവാനെ, ആളില്ലാതെയായല്ലോ പറഞ്ഞ ഒരു കരച്ചില്ലാതെ വിചാരിച്ചതല്ലേ. മരിച്ചു പോയി, മരിച്ചിട്ട് എങ്ങോട്ടും പോകണമെന്നില്ല, വെറുതെ വിചാരിക്കുക. എങ്ങോട്ട് പോകാനാ? ഒരു സ്ഥലത്തേക്ക് പോകില്ല, അവിടെ തന്നെയാണ് ഇരിക്കണത് അല്ലേ. നമുക്ക് അറിയണില്ല എവിടെ അവർ പോയി ഇരിക്കണത്, ഏത് ശരീരത്തിലാന്നുള്ളത് നമ്മൾ അറിയണില്ല. അത് മഹാഭാഗ്യമാണ്. ഞാൻ അതുകൂടി അറിഞ്ഞാൽ മതി. ഞാൻ ഈ ചെറുപ്പത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ട് എൻ്റെ സൗകര്യമില്ല, ഇനി കഴിഞ്ഞ ചെറുപ്പത്തിലുള്ള ആൾക്കാരെയും കൂടി കണ്ട സൗകര്യമില്ല. എവിടെ സൗകര്യം പരിശുദ്ധ ജീവിതത്തിലില്ല. അപ്പോ ഇത് വേണം, ഭഗവാനെ ഉപാസിക്കുകയാണിതാ വേണ്ടത്. അതിന് ആ ഭഗവത് കഥകളെ കേട്ടുകൊണ്ട് ഏവം വ്രതസ്വപ്രിയ നാമകീർത്തിയ ഏവം വ്രത അസംഗ, അസംഗനായിക്കൊണ്ട് യാതൊരു സംഘവുമില്ലാതെ ആ ഒരു വ്രതത്തോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. ഭക്തി പരേശാനുഭവോ വിരക്തി. എപ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക? വിരക്തി ഉണ്ടാവുള്ളൂ നോക്കുക. വിരക്തി എന്തിലേക്കൊക്കെ വിരക്തി ഇല്ലേ? തൻ്റെ വീടിനോട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എന്തിനോടാണ് ഇഷ്ടമുള്ളത്? തൻ്റെ എൻ്റെ ശരീരം അല്ലേ. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാ? പല ആൾക്കാരും പറയും ഭർത്താവിന് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ, അങ്ങനെ കഴിച്ചിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ എന്നൊക്കെ പറയും അല്ലേ. എപ്പോഴേ ഇത് പറയുള്ളൂ? തനിക്ക് കഴിക്കാപ്പുറത്തുണ്ടെന്ന് ഉറപ്പായാലേ പറയുള്ളൂ. തനിക്കെന്നെ കഴിക്കാനില്ലാതെയായി നോക്കണം പറയാ. പിന്നെ ഭർത്താവ് കഴിച്ചോ, കുട്ടികൾ കഴിച്ചോ അല്ലേ. അങ്ങനെയൊന്നുമില്ല. അവനവൻ്റെ ശരീരത്തിനോട് തന്നെയാണ് ഏതൊരാൾക്കും കൂടുതൽ സ്നേഹം അല്ലേ. കാരണം മരുഭൂമിയിലൂടെ നടന്നു പോകുന്നതായിരിക്കുന്ന ഒരു അമ്മ കൈക്കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് ആ കൈക്കുഞ്ഞിനെ ഇങ്ങനെ ദേഹത്തിനോട് കൂട്ടി വെച്ചങ്ങനെ നടക്കണതിൻ്റെ ഇടയ്ക്ക് കാല് വേദനയായിട്ട് വയ്യ, ചെരുപ്പുമില്ല, എന്താ ചെയ്യുക? അപ്പോൾ കാല് വല്ലാതെ വേദനയായപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഇടത്തെ കൈകൊണ്ട് കുഞ്ഞിനെ തൻ്റെ മാറിനോട് ചേർത്ത് വെച്ച് വലത്തെ കൈകൊണ്ട് കാലിൻ്റെ അടിഭാഗം ഇങ്ങനെ തടവി. ഇത്രയും കുറച്ച് കഴിഞ്ഞ സമയത്ത് വലത്തെ കൈകൊണ്ട് തൻ്റെ കുഞ്ഞിനെ നെഞ്ഞിനോട് ചേർത്ത് വെച്ച് ഇടത്തെ കൈകൊണ്ട് കാലിൽ ഇങ്ങനെ തടവി. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തേണ്ടായി? 2 കാലും വേദനയായപ്പോൾ എന്തേണ്ടായി? കുട്ടീനെ അവിടെ നിലത്തിട്ടു. അത് തന്നെ കുട്ടി ഭൂമിയിലെ ചൂടുള്ള മണലിലേക്ക് ഇതാ കുട്ടീനെ എടുത്തിട്ടു. എന്നിട്ടോ 2 കൈ കൊണ്ടും തൻ്റെ കാലിതാ തടവി. എത്ര കൃത്യമായിട്ട് അറിയാം ആൾക്കാർക്ക്. അതിനെയാണ് സംഭവിക്കുന്നത്. ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? തൻ്റെ ശരീരത്തിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. വെറുതെ പറയാ വേറെ ആളോടാ അല്ലേ. എന്താ ഭാര്യനോടൊക്കെ സ്നേഹം എന്നാ വിചാരിച്ചത്? വെറുതെ പറയാ സ്നേഹം എന്നൊക്കെ അല്ലേ. ഒരു സ്നേഹവും ഇല്ല.
ആണല്ലോ ഭാര്യയും ഭർത്താവും കൂടി വല്ലാത്ത സ്നേഹമായിരുന്നു അത്ര. അങ്ങനെ ഭാര്യയ്ക്ക് വയ്യാതായി, മരിക്കാറായി. ഭാര്യ ഇങ്ങനെ വയ്യാതെ കിടന്ന് മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഭർത്താവ് അവിടെ ഇരുന്നത് പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് മുഴുവനും ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ട് നിനക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് വെച്ചാൽ പറഞ്ഞു അത്രേ. അപ്പം ഭാര്യ അവിടെ ഇരുന്ന് പറഞ്ഞു, ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതെന്താ വെച്ചാൽ നീ പറഞ്ഞു, എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെന്ന് വെച്ചാൽ ഞാൻ സാധിപ്പിച്ച് തരാ പറഞ്ഞു അത്രേ. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഏറിക്കഴിഞ്ഞാൽ അധികമൊന്നും ഉണ്ടാവില്ല, ഏറിക്കഴിഞ്ഞാൽ 3-4 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നു, എനിക്ക് അസറായിട്ടറിയാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ എടുത്ത് അടുത്തുള്ള തെക്കേ ഭാഗത്തുള്ള പറമ്പില്ല അവിടേക്ക് കൊണ്ടുപോകുന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് എന്നെ തീയിൽ കൊണ്ടുപോയിടും, അതും എനിക്ക് അസലായിട്ട് അറിയാം. അതല്ല നീ എന്താ പറയാണ്ട് പറഞ്ഞത്, അത് പറഞ്ഞു. ഞാൻ മരിച്ച് എൻ്റെ ആ ശരീരം തീയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ശരീരം എങ്ങനെ അല്ലെ തീയില കഴിഞ്ഞ് ഭസ്മായി, അത് കഴിഞ്ഞ് എന്നെ ദഹിപ്പിച്ചതായിരിക്കുന്ന ആ സ്ഥലത്തെ ചൂട് മാറി തണുക്കുന്നതിൻ്റെ മുന്നേ, ആ സ്ഥലം തണുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കരുത് പറഞ്ഞു അത്രേ ഭാര്യ. ഭർത്താവ് ചോദിച്ചു, നീ തന്നെയാണോ എന്നോട് ഇത് പറയുന്നത്? ആലോചിച്ച് നോക്ക്, ഇന്ന് വരെ വേറൊരു സ്ത്രീയുടെ മുഖത്തേക്ക് പോലും നോക്കാത്തതായിരിക്കുന്ന എന്നോടാണോ നീ ഇത് പറയുന്നത്? എൻ്റെ ഫോണിൽ ഒരൊറ്റ കുട്ടികളുടെ ഫോൺ നമ്പറും ഇല്ല, അങ്ങനത്തെ എന്നോടാണോ നീ ഇതാ പറയുന്നത് എന്ന് ചോദിച്ചു. എന്തിനു പറയുന്നു? ഈ സ്ത്രീ മരിച്ചു, അന്ന് ആ സ്ത്രീയെ അടക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ താ നേടിയായി. അങ്ങനെ ശ്മശാനത്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഏതൊരു പെൺകുട്ടീനെ കണ്ടുകൂട്ടേ. ആ പെൺകുട്ടിയുടെ അടുത്ത് മൊബൈൽ നമ്പറും കിട്ടി. അതോടുകൂടി പിന്നെ അങ്ങോട്ടും വിളിച്ചു. രാത്രി 10 മണിയില്ല, 9 മണിയില്ല, എപ്പോഴും അങ്ങോട്ടും വിളിച്ച് ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം. എന്നിട്ടോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം വെച്ചാൽ എന്ത് വേണം? തൻ്റെ ആദ്യ ഭാര്യ മരിച്ച് ആ സ്ഥലത്തെ ചൂടാറണം. അതിന് ഇയാൾ എന്താ ചെയ്യുന്നത് അറിയോ? രാത്രി എല്ലാവരും കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുപോകും, കുളിക്കുക അവിടെ. എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് സത്യാക്കാൻ വേണ്ടിയിട്ട് ആ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുപോയി. എന്തൊരു ആത്മാർത്ഥത അയാൾക്ക് ആലോചിച്ച് നോക്കൂലേ. ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനോട് തന്നെ ഇത്രയും സ്നേഹമുള്ളൂ. വെറുതെ വിചാരിക്കുക, അസംഗ, ആരോടും സംഘം വേണ്ട, ഒരാളോട് നമ്മൾ എൻ്റേതാണ് എന്നുണ്ടാവും വെറുതെ വിചാരിച്ചിരിക്കുകയാണ് അതൊക്കെ അല്ലേ. ആരും കരഞ്ഞിട്ട് കാര്യമില്ല, സത്യാവസ്ഥയാ പറയണത്. അത്രയൊക്കെയുള്ളൂ സ്നേഹം അല്ലേ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കുന്നില്ല ആൾക്കാർ, എത്ര ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്നെയാണ് അത്. ഇതൊന്നും ആരും വിചാരിച്ചിരിക്കേണ്ട കേട്ടോ, മനസ്സിൽ. ഇപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ജീവിക്കുക തന്നെ. ഈ ഭർത്താവ്, ഈ ഭാര്യ, ഈ കുട്ടികൾ ഇതൊക്കെ വിചാരിച്ച് സ്നേഹത്തോട് കൂടിയിട്ടിരിക്കുക. വലിയ തത്വം പറയാത്തതിൻ്റെ കാരണം അതാ. ഞങ്ങൾ കേട്ട അപ്പം തന്നെ ഇവിടുന്ന് ആൾക്കാർ നീട്ട് സന്യസിക്കാനായിട്ട് പോകും. അത് വേണ്ട. അപ്പം തന്നെ എവിടുന്നാ കാവ്യ കിട്ടുക, എവിടുന്നാണ് കഴുപ്പിലിടാനുള്ള ബാല കിട്ടുക, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ അങ്ങനെ തന്നെ മതി. ഒക്കെ നല്ല സ്നേഹം ഉണ്ടല്ലായിരിക്കും അല്ലേ. അപ്പോൾ അസംഖ്യനായിക്കൊണ്ട് ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്നും ഇതേപോലെ അല്ല ജീവിതം. ഈ ശരീരം മാറി വേറൊരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അവരോട് കൂടിയിട്ടാണ് നമുക്കിത് ആ ബന്ധം ഉണ്ടാവുക അല്ലേ. അപ്പം എന്നും ബന്ധം ആരോടാണ് വെക്കേണ്ടത്? ഭഗവാനോടാണ് നമുക്ക് ബന്ധത ഉണ്ടാവേണ്ടത്. തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഖാസം എന്ന് പറയും. വല്ലാതെ വിശപ്പ് വരുന്ന ഒരാൾ ഒരു ഉരുള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് അത്രത്തോളം അയാളുടെ വിശപ്പ് മാറണോ, അങ്ങനെ ആരോഗ്യം ഉണ്ടാവുന്നു. ഒരു ഉരുളയോടെയും കഴിച്ചു കഴിഞ്ഞാലോ അത്രത്തോളം വിശപ്പ് മാറി, അത്രത്തോളം ആരോഗ്യം ഉണ്ടായി. ഇതേപോലെ ഒരു നാമം ജപിക്കുന്ന സമയത്ത് നമ്മളുടെ ജ്ഞാനവൈരാഗ്യമാകുന്ന ചിറക് ഒന്നതാ കിടക്കുന്നു അല്ലേ. ഒരു നാമം കൂടി ജപിച്ചാലോ ഒന്നും കൂടി ഇതാ ഇളകി. ഒരു നാമം കൂടി ജപിക്കുമ്പോൾ ഒന്നും കൂടി ഇളകി. എവിടേക്കുള്ള ശ്രദ്ധ കുറയുന്നത്? ഈ ഭൂമിയിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞ് ഇഹലോകത്തിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞ് പരമാത്മാവിലേക്ക് നമ്മൾ ഇതാ എത്തിച്ചേരും. ആ ഭഗവാനിലേക്കുള്ള ദൂരത്തിനെയാണ് ഇതാ കുറയ്ക്കേണ്ടത്. അതിലേറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഇത്യേതൻ മുനിതനയാസ്യ പത്മഗന്ധപീയൂഷം ഭവഭയഭിൽ പരസ്യ പുംസ സുശ്ലോകം ശ്രവണപുടയപ്പിപത്യഭീക്ഷണം പാന്തഃ അധ്വപരിശ്രമം ജഹാദി. നമ്മളൊക്കെ പാന്തന്മാരാണ് എന്ന് പറയും. പാന്തന്മാരെന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാര്. എവിടേക്കുള്ള വഴിയാത്ര? പരമാത്മാവിലേക്ക്, ഭഗവാനിലേക്കുള്ള യാത്രയാണിതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ള ആ ദൂരത്തിനെ കുറയ്ക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശോത്ര മഹർഷിയുടെ നാവിലൂടെ ഒഴുകി വരുന്നതായിരിക്കുന്ന അമൃത കഥയുടെ മുന്നിലിതാ വന്നിരുന്നാൽ മതി. എന്നാലോ ഓരോ കഥയും കേൾക്കുന്നതിനനുസരിച്ച് അങ്ങനെ ആ ഭഗവാന്റെ അടുത്തേക്കുള്ള ദൂരം കുറഞ്ഞതാ വരുന്നുണ്ട്. എങ്ങനെ? തുഷ്ടി പുഷ്ടിക്ഷുതപായോനുഖാസം. ദാഹമുള്ള ആൾക്കാർക്ക് കുറച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് ദാഹം കുറയുന്നത് പോലെ
ഭഗവാനെ ഉപാസിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ പരമാത്മാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭഗവാനിലേക്ക് അങ്ങനെ അടുക്കുന്നതിനനുസരിച്ച് ഇഹലോകത്തിലേക്കുള്ള ശ്രദ്ധ കുറയുന്നതിനെ നമ്മൾ അറിയണില്ല. ആരെങ്കിലും പറയ പതിവുണ്ടോ? ഇവിടുന്ന് ഇതാ ബസ് കയറി, എന്താ സ്ഥലത്തിൻ്റെ പേര്? നന്ദിക്കാരി. എന്താണ്? പന്തല്ലൂര്. എന്താ ബസ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? പന്തല്ലൂർ. ആമ്പല്ലൂർ. പന്തല്ലൂർ. അതെ, പന്തല്ലൂരിൽ നിന്ന് ഗുരുവായൂർക്ക് നമ്മൾ ബസ് കയറി വിചാരിക്കുക അല്ലേ? ഗുരുവായൂർക്ക് ബസ് കയറി കഴിഞ്ഞാലോ നമ്മൾ എന്തേ മനസ്സിൽ ചിന്തിക്കുള്ളൂ? ഗുരുവായൂർ എത്രത്തോളം അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു, അതേ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ? പന്തല്ലൂര് 5 കിലോമീറ്റർ കുറഞ്ഞല്ലോ ഗുരുവായൂർ, അങ്ങനെയാലും ചിന്തിക്കൂ. പന്തല്ലൂരിൽ നിന്ന് 6 കിലോമീറ്റർ കഴിഞ്ഞല്ലോ, പന്തല്ലൂരിൽ നിന്ന് 15 കിലോമീറ്റർ, അങ്ങനെ ചിന്തിക്കാൻ പതിവില്ല. നമ്മൾ എങ്ങോട്ടാണോ എത്തിച്ചേരേണ്ടത് അതിനെ മാത്രമാണ് നമ്മളിതാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതിനെ നമ്മളങ്ങനെ ചിന്തിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് തന്നാലും നമ്മളിന്ന് എന്ത് ദൂരത്തേക്ക് പോകുന്നുണ്ട്? ഇഹലോകത്തിലേക്കുള്ള ശ്രദ്ധ അങ്ങനെ കുറഞ്ഞതാ വരുന്നുണ്ട്. അതിന് ആ ഭഗവാന്റെ കാര്യങ്ങളെ ചിന്തിക്കന്നെ വേണം. ഭഗവത് ഉപാസന ജീവിതത്തിൽ അതാ നടത്തുക തന്നെതാ വേണം. ഇങ്ങനെയാണ് തതപരാം ശാന്തിമുപേതി സാക്ഷാൽ. അങ്ങനെ ഭഗവാനെ ഉപാസിക്കുന്നതനുസരിച്ച് പരമമായിരിക്കുന്ന ശാന്തിയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കുന്നു എന്നിതാ പറഞ്ഞു. അങ്ങനെ നവയോഗീശ്വരന്മാരും വസുദേവരും തമ്മിലുള്ളതായ നാരദ മഹർഷിയും തമ്മിലുള്ളതായിരിക്കുന്ന സംവാദമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു. പിന്നീടാണ് 125 കൊല്ലക്കാലം ഈ ശരീരം എടുത്ത് ഈ ലോകത്തിനെ അനുഗ്രഹിച്ചതായ ഭഗവാൻ ഇവിടെ നിന്ന് യാത്രയാവുകയാണെന്ന് മനസ്സിലാക്കിയ ഉദ്ധവൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കും. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് എങ്ങോട്ടാണോ പോണത് ആ സ്ഥലത്തേക്ക് എന്നെയും കൂടി കൂട്ടിക്കൊണ്ടു പോണേ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പറ്റും തോന്നുന്നില്ല കേട്ടോ ഉദ്ധവൻ. അതെന്താ ഭഗവാനെ അങ്ങ് അങ്ങനെ പറയണത്? അതെന്താ അങ്ങനെ പറയണത് ചോദിച്ചാൽ, ഈ ലോകത്ത് ആരും ഒരുമിച്ച് വന്ന് ജനിക്കുന്നില്ല, ആരും ഈ ലോകത്തുനിന്ന് ഒരുമിച്ചതാ യാത്രയാവുന്നില്ല. അങ്ങനെ ഉണ്ടോ? ഈ ലോകത്തിലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വരിക അങ്ങനെയില്ല, ഒരുമിച്ച് ഇവിടെ നിങ്ങളുടെ യാത്രയാവും അങ്ങനെയില്ല. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു ഭഗവാനോട്, അങ്ങനെയാണ് വെച്ചാൽ ഭഗവാനെ അങ്ങ് പോകുന്നതായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി അങ്ങ് എന്നോടൊന്ന് പറഞ്ഞു തരണേ എന്ന് ഇതാ പറഞ്ഞു. അവിടെയാണ് അവിടെ ഇരുന്ന് ആ ഉപദേശങ്ങൾ ഇതാ ആരംഭിക്കുന്നത്. ഉദ്ധവ, അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം തുന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. എല്ലാവരിലുള്ള സ്നേഹത്തിനെ ഉപേക്ഷിക്കൂ ഉദ്ധവ, ഉപേക്ഷിക്കൂ ഉദ്ധവ. ഉദ്ധവൻ ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാനെ അങ്ങ് പറയണത്? ഇതുവരെ ഇപ്പം എന്താ പറഞ്ഞത്? അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, കുട്ടികളെ സ്നേഹിക്കണം, എൻ്റെ വീട്ടിനെ സ്നേഹിക്കണം അല്ലേ? എല്ലാവരും സ്നേഹിക്കണം എന്നല്ലേ ഇതുവരെ അങ്ങതാ പറഞ്ഞത്. എന്നിട്ടിപ്പം എന്താ പറയണത്? ആ സ്നേഹത്തിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ അഥവാ അതിനൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഞാൻ എവിടെയാണ് ഈ സ്നേഹമൊക്കെ കൊണ്ടുപോയിട്ടിതാ വിൽക്കാന്നതാ ചോദിച്ചു. അപ്പോഴാണ് ഉദ്ധവനോട് ഭഗവാൻ അവിടെ വെച്ച് ആ ഉപദേശങ്ങൾ അതാ ആരംഭിക്കുന്നത്. നമുക്കൊരു 2 അധ്യായം കൂടി പാരായണം ചെയ്യാനുണ്ട്. അതിനുശേഷം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.